എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കള്ളവെടിയും ഗർഭം കലക്കലൊക്കെ കേരള രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ പിടിച്ച് വെളിയിൽ കളഞ്ഞു. പാർട്ടിയിൽ ഒരു വിഭാഗം നേതാക്കന്മാർ, അത് വനിതാ നേതാക്കന്മാരടക്കം രാഹുൽ മാങ്കൂട്ടം പാലക്കാട് MLA സ്ഥാനം രാജിവെക്കണമെന്ന ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് വന്നിരുന്നു. അപ്പോൾ പെട്ടെന്ന് പാർട്ടി ആ ഒരു ആവശ്യത്തിൽ നിന്ന് പിന്മാറി. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഹൈക്കമാൻഡിൽ നിന്ന് ആരോ ഇടപെട്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നത് പിന്തിരിപ്പിച്ചു. അത് പാർട്ടിക്ക് ദോഷം ചെയ്യും. ഇപ്പോൾ പാലക്കാടിന് ഒരു ഇലക്ഷനിലേക്ക് തള്ളിവിടാൻ പാടില്ല. അതായത് ഇനി നിയമസഭാ ഇലക്ഷൻ നടക്കാൻ മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിനിടയിൽ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിട്ടിട്ട് എന്താ പറയുക, BJP ജയിപ്പിക്കുന്ന ഒരു പരിപാടിക്ക് നിൽക്കേണ്ട എന്നാണ് ഹൈക്കമാൻഡിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം എന്നാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ VD സതീശനൊക്കെ ഇടപെട്ടിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അതിന് പിന്തിരിപ്പിച്ചത്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പക്കൽ VD സതീശനെതിരെയുള്ള പലതര തെളിവുകളുണ്ട്. ഓഡിയോ വിഷ്വൽസ് അടക്കമുണ്ട്. അതൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ VD സതീശൻ മൊത്തം പെടും. കോൺഗ്രസിന് ദീർഘകാലത്തിൽ ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP ഇത് ദേശീയ തലത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയമെടുത്ത്. അത് ബീഹാറിലാണ്. ബീഹാറിലാണ് എന്താണ് വോട്ട് അധികാർ യാത്ര എന്ന പരിപാടിയുമായിട്ട് രാഹുൽ ഗാന്ധി ഗ്രാമാന്തരം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് വലിയ രീതിയിലെ സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ട് എന്നൊക്കെ ഇവർ പറയുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം തൊട്ട് ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിലെ ചർച്ചയാക്കാൻ തുടങ്ങി. അതായത് പ്രിന്റ് മീഡിയയും വിഷ്വൽ മീഡിയയൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം എടുത്തിട്ട് വലിയ രീതിയിൽ ചർച്ചയാക്കി. അപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന ചർച്ച എങ്ങനെയാണ് പോകുന്നത് അറിയാം. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന രീതിയിലാണ് വരുന്നത്. അതായത് അപ്പോൾ പാർട്ടിയിൽ വരുന്ന യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ വരുന്ന സ്ത്രീകളൊക്കെ ഇവൻ ലൈംഗികമായി ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുകയും അതിൽ 1-2 ആൾക്കാർക്ക് ഗർഭമുണ്ടാകുകയും ആ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഇല്ലെങ്കിൽ കൊന്നുകളയും എന്നുള്ള ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരാളാണ് കേരളത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ. അയാൾ രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. രാഹുൽ ഗാന്ധി നേരിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തെ തിരഞ്ഞെടുത്തത് എന്നിവർ പറഞ്ഞു. അപ്പോൾ ബീഹാറിൽ നടക്കുന്ന പ്രചരണത്തിൽ ഏറ്റവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി രാഹുൽ ഗാന്ധി ഗ്രാമാന്തരം സഞ്ചരിച്ച സ്ത്രീകളൊക്കെ നേരിട്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ പെട്ടെന്ന് ഈ വാർത്ത വലിയ രീതിയിൽ പ്രചാരണം ബീഹാറിൽ കിട്ടി. അപ്പോൾ പെട്ടെന്ന് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പരിപാടിയിൽ വോട്ടധികാര യാത്രയിലൊക്കെ സ്ത്രീകളുടെ പങ്കാളിത്തം കുത്തനെ കുറഞ്ഞു. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണെന്നറിയോ? അതായത് രാഹുൽ എന്നുള്ള രീതിയിലാണ് അവിടെ പ്രചാരണം നടക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടും രാഹുൽ ഗാന്ധിയും. അപ്പോൾ പറയുന്നത് ഈ ഇത്തരത്തിലുള്ള ആൾക്കാർ, രാഹുൽ ഗാന്ധിയുടെ ആൾക്കാരെല്ലാവരും ഇങ്ങനത്തെയാണ്. ബീഹാറിലെ രാഹുൽ ഗാന്ധിയുടെ നോമിനീസും രാഹുൽ ഗാന്ധിയുടെ ചിങ്കിടികളൊക്കെ എങ്ങനെയാണ്? അവർ സ്ത്രീകളെ പീഡിപ്പിക്കും, ഗർഭമുണ്ടാക്കും, പിന്നെ അതെന്താ പറയുക, അത് ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിക്കും, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തും. അത്തരത്തിലുള്ള ആൾക്കാരാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ചുറ്റും നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും സ്ത്രീകൾ ഇവരെ വീട്ടിൽ കയറ്റരുത്. ഈ കോൺഗ്രസ്സുകാരനെ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആൾക്കാർ എന്ന രീതിയിലുള്ള കുടുംബിരി കൊണ്ട പ്രചാരണമാണ് ബീഹാറിൽ നടക്കുന്നത്. ദേശീയ മാധ്യമങ്ങളൊക്കെ എടുത്തിട്ട് അലക്കാണ് രാഹുൽ ഗാന്ധിയെ. മൊത്തം ചർച്ചയുടെ ഡയമെൻഷൻ തന്നെ മാറി. ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് BJP ബീഹാറിൽ അഴിച്ചുവിട്ട ഭൂതമുണ്ടല്ലോ, മൊത്തം ഇവരെ ഈ വോട്ടധികാര യാത്ര ആകെ ഇതായിരിക്കുകയാണ്. എല്ലാവരും ചോദിച്ചു തുടങ്ങി. അതായത് എന്താണ് രാഹുൽ ഗാന്ധിക്ക് എന്താണ് പറ്റി? രാഹുൽ ഗാന്ധിയുടെ ഇത്തരം സിൽബന്ധികൾ എന്തൊക്കെയാണ് ഓരോ സംസ്ഥാനത്തും കാട്ടിക്കൂട്ടുന്നത്? അതായത് എങ്ങനെ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കും? ഇവരൊക്കെ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ സ്ത്രീകൾക്ക് സുരക്ഷ കൊടുക്കും എന്നാണ് ഇപ്പം ബീഹാറിലെ ആൾക്കാർ BJPകൾക്ക് വലിയ രീതിയിലുള്ള പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാഹുൽ മാങ്കൂട്ടവും രാഹുൽ ഗാന്ധിയുള്ള പിക്ചറും അത്തരത്തിൽ വീഡിയോ വലിയ സ്ക്രീനിലൊക്കെ വെച്ചിട്ടാണ് ഈ ഇവിടെ പാറ്റ്നയിലൊക്കെ വലിയ രീതിയിലുള്ള പ്രചാരണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും BJPക്കാർ എങ്ങനെ കളിക്കേണ്ടതെന്ന്. ഈ രാഹുൽ വിഷയം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇനിയിപ്പോൾ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇപ്പം ഈ വലിയ രീതിയിലുള്ള എന്താ പറയുക ഇലക്ഷൻ വരാൻ പോവുകയാണ്. ആ സമയത്തൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വലിയ പ്രചാരണമാക്കും. അത് ഇപ്പം ബീഹാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണമുണ്ടല്ലോ. അതായത് ഈ രാഹുൽ ഗാന്ധിൻ്റെ ചിങ്കിടികളൊക്കെ എങ്ങനെയാണ് അവർ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരാണ്, ഗർഭം ഉണ്ടാക്കുന്നവരാണ് തരത്തിലുള്ള പ്രചാരണം മറ്റ് സംസ്ഥാനങ്ങൾക്കും വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ കട പൂട്ടുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. രാഹുൽ ഗാന്ധി എങ്ങനെയൊക്കെ അല്ലെങ്കിലും പൂട്ടുന്നില്ല കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി ബീഹാറിലേക്ക് എങ്ങനെയെങ്കിലായിട്ട് അവിടെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിതീഷ് കുമാറിനെ, ഈ കുർസി കുമാർ എന്ന് പറയുന്ന നിതീഷ് കുമാറിനെ ഇപ്പുറത്തോട്ട് ചാടിച്ചിട്ട് കേന്ദ്രത്തിൽ ഭരണം അട്ടിമറിക്കാമെന്ന സ്വപ്നം കാണുന്നുണ്ട് രാഹുൽ ഗാന്ധി. അപ്പോൾ അതിനൊക്കെ വലിയ തിരിച്ചടിയാണ്. ഈ എല്ലാ സംസ്ഥാനത്തും ഈ പ്രത്യേകിച്ച് ബീഹാറിലൊക്കെ ഈ സ്ത്രീ വോട്ടർമാർ വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട്. അപ്പോൾ സ്ത്രീ വോട്ടർമാരുടെ വോട്ട് കോൺഗ്രസിനും ഈ ഇന്ത്യ അലയൻസിനും കിട്ടിയില്ലെങ്കിൽ വളരെ പരിതാപകരമായിരിക്കും, വളരെ ദയനീയമായ തോൽവിയായിരിക്കും. അപ്പോൾ വലിയ പ്രചണ്ഡ പ്രചാരണം ആരംഭിച്ചില്ലേ, വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞിട്ട് നരേന്ദ്രമോദി വോട്ട് മോഷ്ടിച്ചിട്ടാണ് അധികാരത്തിൽ വരുന്നത്, അധികാരത്തിൽ തുടരുന്നത് എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രചാരണം രാഹുൽ ഗാന്ധിക്ക് അഴിച്ചുവിട്ടിരുന്നു. അപ്പോൾ ബീഹാറിലും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ
രാഹുൽ ഗാന്ധിൻ്റെ ക്രെഡിബിലിറ്റി ഇടിഞ്ഞില്ലാതാവും. പിന്നെ രാഹുൽ ഗാന്ധി എന്നൊരു പറയുന്ന ഒരാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ രാഹുൽ ഗാന്ധി വലിയൊരു ബ്ലണ്ടർ പറഞ്ഞിരുന്നു അരുൺ ജെയ്റ്റ്ലിക്കെതിരെ. 2019 എന്താ പറയുക, ഈ കർഷക സമരം നിങ്ങൾ ഡൽഹിയിൽ നടത്തി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ തട്ടിക്കളയുമെന്ന് അരുൺ ജെയ്റ്റ്ലി ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ 2018 അരുൺ ജെയ്റ്റ്ലി മരിക്കുന്നത്. ഈ 2018 മരിച്ച അരുൺ ജെയ്റ്റ്ലി എങ്ങനെയാണ് 2019 രാഹുൽ ഗാന്ധിയെ ഭീഷണിപ്പെടുന്നത്? അപ്പോൾ അത്ര ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യനായി മാറി രാഹുൽ ഗാന്ധി. അപ്പോൾ ആദ്യം തന്നെ എന്താ പറയണ്ടേ, ഈ വോട്ടിംഗ് മെഷീനെ കുറിച്ച് വളരെ കുറ്റം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഉണ്ട്, ഒരു ബീഹാർ പറയുകയാണ്, ഞാനൊരു ഓട്ടോക്കാരനാണ്, ഈ രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഞങ്ങൾ മണ്ടന്മാരല്ല, ഞങ്ങളും അരിയാഹാരം കഴിക്കുന്നവരാണ്. ഈ രാഹുൽ ഗാന്ധി ആദ്യം ഈ വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞു. പിന്നെ കോൺസ്റ്റിറ്റ്യുവൻസി നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാൽ തകർക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുകയാണ്. ഇയാൾക്ക് എന്ത് തലക്ക് ഓളം ഉണ്ടോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അപ്പോൾ അയാൾ പറയുന്നത് ഞങ്ങൾ അരിയാഹാരം കഴിക്കുന്നവർ, ഞങ്ങൾക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഗിമ്മിക്കൾ ഇതും കൂടി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഇത് രാഹുൽ ഗാന്ധിക്ക് എന്താ പറയേണ്ടത്, ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ രീതിയിൽ ഇടിവുണ്ടാവും, ഇമേജ് ഇടിവുണ്ടാവും. പിന്നെ എന്ത് കളിച്ച് കഴിഞ്ഞാലും സോറോസ് അല്ല, ഏത് ടീം വന്നു കഴിഞ്ഞാലും രാഹുലിൻ്റെ ആ ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റില്ല. അതായത് അത്രത്തോളം നാണം കെട്ടിരിക്കണം. അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ്, തക്ക സമയത്ത് തന്നെയാണ് ബീഹാറിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയം എടുത്തിട്ട് അലക്കുന്നത് വലിയ രീതിയിലുള്ള. അതായത് അതിൻ്റെ കൂടെ വലിയ മസാലകളൊക്കെ വരും. അതിപ്പം പൊളിറ്റിക്കലി അവർ വലിയ രീതിയിൽ ഉപയോഗിക്കും. അതായത് ഒരു ചെറിയ വിഷയം കിട്ടുമ്പോൾ അത് കത്തിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഫ്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളങ്ങ് കയറ്റി വിടുക. അത്തരത്തിലാണ് പ്രചാരണം നടക്കുന്നത്. അപ്പോൾ അതിനെ അവർ കുറ്റം വേണ്ടതല്ല, പൊളിറ്റിക്കലി അവരൊരു ആയുധം കിട്ടിക്കഴിഞ്ഞാൽ അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ അതിന് പ്രതിരോധിക്കാൻ പറ്റാതെ രാഹുൽ ഗാന്ധിൻ്റെ വോട്ട് അധികാര യാത്രയിൽ സ്ത്രീ പങ്കാളിത്തം കുത്തനെ കുറഞ്ഞു. പകുതിയായി എന്നല്ല, കുത്തനെ കുറഞ്ഞു. നേരത്തെ ഒരു 100 സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആരും വരാത്ത അവസ്ഥയായി. അപ്പോൾ സ്ത്രീകൾക്ക് മനസ്സിലാക്കി കൊടുത്തു രാഹുൽ ഗാന്ധിൻ്റെ ശിങ്കിടികളൊക്കെ ഇങ്ങനെ ഗർഭം ഉണ്ടാക്കുന്നവരും ഗർഭം കലക്കുന്നവരും വധഭീഷണി മുഴക്കുന്നവരും സ്ത്രീകളെ ഇത്തരത്തിൽ ലൈംഗികമായി ഉപയോഗിക്കുന്നവരും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഇന്ന് ഈ തരത്തിലുള്ള പ്രചാരണം ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇവന്മാർ വി.ഡി. സതീശനൊക്കെ എന്താ പറയുക, വി.ഡി. സതീശൻ ആരോ ദുബായിലെ ഏതോ കോൺഗ്രസ് പ്രവർത്തകയോ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സഹിതം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലുണ്ട്. അതുമാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് കേരള രാഷ്ട്രീയത്തിലെ പല ആൾക്കാരെയും പല വിവരങ്ങളും കയ്യിലുണ്ട്. അപ്പോൾ മാങ്കൂട്ടം പുറത്തു പോകുകയാണെങ്കിൽ എല്ലാവരെയും കൊണ്ടേ ഞാൻ പോകൂ എന്നൊരു ലൈനിലാണ്. അപ്പോൾ അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി കുപ്പായം തുന്നി നിൽക്കുന്ന വി.ഡി. സതീശനും ഇവരൊക്കെ എന്താ പറയേണ്ടത്, മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടനെ വിളിച്ച് പറയുന്നത് രാജിവെക്കരുത് മോനെ. വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം, വെച്ച് കഴിഞ്ഞാൽ ഇവൻ എല്ലാവർക്കും പണി കൊടുക്കുന്നത് നന്നായിട്ട് ഉറപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കറഞ്ഞുകൊണ്ട് തന്നെയാണ് വി.ഡി. സതീശനൊക്കെ എന്താ പറയേണ്ടത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനോടും രാജിയിൽ നിന്ന് പിന്തിരിപ്പിച്ച്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ മീഡിയയ്ക്ക് കൊടുക്കുന്ന ബൈറ്റിലൊക്കെ ഈ വി.ഡി. സതീശൻ്റെ മുഖഭാവമൊക്കെ കാണണം, ആകെ പേടിച്ച് ഭയന്ന് വരണ്ട്. അല്ലെങ്കിൽ സാധാരണയായിട്ട് വി.ഡി. സതീശനൊക്കെ മീഡിയ അഡ്രസ്സ് ചെയ്യുമ്പം നല്ല പ്രസന്നവദനായിട്ട് സുസ്മേരവദനൊക്കെ ആയിട്ടാണ് അവർ അഡ്രസ്സ് ചെയ്യുക. പക്ഷേ ഇതാകെ ഭയങ്കര ഡെസ്പായി ഡല്ലായി പുള്ളി എന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. ഓരോ ക്വസ്റ്റ്യൻസും നേരിടുമ്പോൾ ഭയങ്കര വെപ്രാളം. എങ്ങനെയെങ്കിലും ഒന്ന് ക്വസ്റ്റ്യൻ തീർന്നിട്ട് ആ മീഡിയ അഡ്രസ്സ് ചെയ്യുന്ന പരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പെടാപ്പാട് വിടുന്ന ഒരു വി.ഡി. സതീശനെയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തുതന്നെയാലും ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഇന്ത്യ മൊത്തം അങ്ങ് അഴിച്ചുവിടാൻ തന്നെയാണ് ബി.ജെ.പിയുടെ തീരുമാനം. ഇവരെ സൈബർ സെല്ല് അറിയാമല്ലോ, ബി.ജെ.പിയുടെ സൈബർ സെല്ലിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഏറ്റെടുത്ത് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന് വേറെ ഇൻ്റർനാഷണൽ വേർട്ടിക്കൽസൊക്കെ അവർ കൊണ്ടുവരും. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടം ചില്ലറക്കാരനല്ല. നമുക്ക് കാത്തിരിക്കാം. ഇയാളുടെ കുറേ കുൽസിത പ്രവർത്തനങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. നമുക്ക് അത്തരം കാര്യങ്ങൾക്കായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.